ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര അലിയുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടിയാണ്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ്. ഒരു 1/4 കപ്പ് മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇട്ട് നോക്കുക, ഒരുമിച്ചിട്ട് ഇളക്കണ്ട. നമുക്കൊരു തിക്കായിട്ടുള്ള മാവാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മൈദ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. എനിക്കിവിടെ 1/4 കപ്പ് വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പാകത്തിനനുസരിച്ചിട്ട് മൈദ കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മൈദ ഇട്ട് ഇളക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ബാറ്റർ ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് പാകം കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പാലോ വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു ചെറിയ സ്പൂൺ കൊണ്ട് ഇതൊന്ന് കോരിയിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. കാരണം ഫ്ലെയിം കൂടിപ്പോയാൽ ഉള്ളു വേവാതെ പുറം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകളാണ്. കുറഞ്ഞ ചേരുവകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് കൂടി ചെയ്യണേ.